ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. താരൻ, അംഗദൻ തുടങ്ങിയവരൊന്നിച്ച് സുഗ്രീവ നിർദ്ദേശപ്രകാരം തന്നെ മാരുതി ദക്ഷിണ ദിക്കിലേക്ക് നടന്നു. അനേകം യോജന പിന്നിട്ടു വിന്ധ്യ മഹാചലത്തിൽ എത്തി. അവിടെയുള്ള ഗുഹകൾ, പൊയ്കകൾ, ഗഹനവനങ്ങൾ, നദികൾ, ദുർഗമ ശൃംഖങ്ങൾ, മാമരങ്ങൾ, തരുത്തോപ്പുകൾ, വള്ളികൾ ചുറ്റിപ്പിണഞ്ഞ് ഇടതൂർന്നു നിൽക്കുന്ന വൃക്ഷപ്പടവുകൾ, ഇവ ഓരോന്നിലും അവരെല്ലാം അതിശ്രദ്ധയോടെ തിരഞ്ഞിട്ടും ജനകരാജപുത്രിയെ കണ്ടില്ല. പലതരത്തിലുള്ള കായ്കനികൾ ഭക്ഷിച്ച് രാത്രികാലങ്ങളിൽ ഓരോരിടങ്ങളിൽ തങ്ങി അജയ്യരായ അവർ ആർക്കും അന്വേഷിക്കുവാൻ സാധിക്കാത്തൊരു പ്രദേശത്തിലെത്തിച്ചേർന്നു. മഹാഗഹന ഗുഹകളോടുകൂടിയ ആ സ്ഥലം കണ്ടാൽ തന്നെ രോമാഞ്ചം ഉണ്ടാകത്തക്കതാണ്. നിർജ്ജലവും നിർജ്ജനവും ആകെ ശൂന്യവുമായ അവിടം കപിസേന അതിവേഗത്തിൽ കടന്നു. എന്നാൽ കഷ്ടപ്പാടുകൾ പലതും സഹിച്ചിട്ടും ആ സ്ഥലത്തിലും സശ്രദ്ധം ദേവിയെ ആരാഞ്ഞു. തുടർന്ന് എത്തിയത് പൂർവാധികം ദുർഗമമായ മറ്റൊരിടത്താണ്. പക്ഷേ ഭയമോ കൂസലോ വാനരവര്യന്മാർക്ക് ഉണ്ടായിരുന്നില്ല. അത്ഭുതജനകമായൊരു പ്രദേശമായിരുന്നു അത്. വൃക്ഷങ്ങളുണ്ടെങ്കിലും ഇലയോ പൂവോ കായോ ഒന്നിലെങ്കിലും കാണുന്നില്ല. ആറുകൾ ഒന്നിലും ഒരു തുള്ളി വെള്ളവും ഇല്ല. ഒരു തരത്തിലുള്ള കിഴങ്ങും യാതൊന്നുമില്ല. കാട്ടുപോത്തുകളോ മാനുകളോ ആനകളോ വ്യാഘ്രങ്ങളോ പക്ഷികളോ വനചാരികളോ ആരുമില്ല. ഔഷധവൃക്ഷങ്ങളോ ചെടികളോ ലതകളോ ഇല്ല. വികസിച്ച താമരപ്പൂവുകളിൽ വണ്ടിൻ ചാർത്തുകളോടുകൂടിയ കണ്ണിനും കരളിനും കുളിർമയേകുന്ന ഒരൊറ്റ പൊയ്ക പോലുമില്ല ആ സ്ഥലത്ത്. കണ്ടു എന്നൊരു മുനീന്ദ്രൻ, മഹാഭാഗനും സത്യസന്ധനുമായ തപോധനൻ ഉഗ്ര തപസ് ചെയ്തിരുന്നു. യതീന്ദ്രനാണെങ്കിലും കോപത്തെ ജയിക്കുവാൻ കഴിയാത്ത അത്യുഗ്ര തേജസ്വിയായ മഹർഷിവര്യൻ്റെ 16 വയസ്സായ കുമാരൻ ദിവംഗതനായി. ധാർമ്മികനായ കണ്ടുവിന് അരിശം മൂത്തു. ഈ സ്ഥലം ജീവജാലങ്ങളില്ലാതെ ആർക്കും താമസിക്കുവാൻ അർഹമല്ലാതെ വരട്ടെ എന്നൊരു ശാപവുമേകി. ആ പ്രദേശത്തുകൂടി അംഗദാദികൾ വിട്ടുകളഞ്ഞില്ല. എല്ലാ ഗുഹകളിലും നദികളുടെ ഉത്ഭവസ്ഥാനങ്ങളിലും അന്വേഷിച്ചു. എന്നാൽ ആ മഹാത്മാക്കൾക്ക് സീതാദേവിയെയോ രാവണനെയോ കാണുവാനോ വിവരം ലഭിക്കുവാനോ സാധിച്ചില്ല. വള്ളിപ്പടർപ്പുകളാൽ അന്ധകാര നിബിഡമായൊരു ഭയങ്കര പൊന്തയിൽ ദേവന്മാരെ കൂടി ഭയപ്പെടാത്തൊരു ഭീമസ്വരൂപി, അത്യുഗ്രകർമ്മങ്ങൾ ചെയ്യുവാൻ മടിയില്ലാത്തൊരു ദൈത്യൻ ഇരിക്കുന്നത് വാനരവര്യന്മാർ കണ്ടു. ആ മലയിൽ മറ്റൊരു മല വെച്ച പോലെ ഇരിക്കുന്ന അവനെ കണ്ട കപികൾ അരയും തലയും മുറുക്കി. ശൈലതുല്യന്മാർ തന്നെയായ ഹരിപ്രമുഖന്മാരെ കണ്ട അസുരൻ നിങ്ങളുടെ കഥ മുഴുവൻ കഴിഞ്ഞു എന്നും പറഞ്ഞ് മുഷ്ടിയും ചുരുട്ടി ഓങ്ങിക്കൊണ്ട് ഓടിയടുത്തു. ഇവനാകുമോ രാവണൻ? അംഗദകുമാരൻ ആലോചിച്ച് കൈ പരത്തി ആഞ്ഞൊന്നടിച്ചു. യുവരാജ പ്രഹരമേറ്റ അരക്കൻ ചോര ഛർദ്ദിച്ച് മല ഇടിഞ്ഞു വീഴുന്നത് പോലെ അലറി വീണ് മരിച്ചു. വിജയികളായ വാനരന്മാർ ഒരു സ്ഥലവും വിടാതെ സസൂക്ഷ്മം നോക്കി മറ്റൊരു ഉഗ്രഗുഹയിലേക്ക് കടന്നു. അതിഗഹനമായിരുന്നു അത്. ആ ഗഹ്വരം മുഴുവൻ തിരഞ്ഞ് പുറത്തേക്ക് കടന്നപ്പോഴേക്കും അവരാകെ തളർന്നു കഴിഞ്ഞിരുന്നു. ദുഃഖിതരായ അവരെല്ലാം വിജനമായൊരു ഇടത്തിൽ ഒന്നിച്ചു ഒത്തുചേർന്നു. മഹാവിജ്ഞാനിയാണ് യുവരാജ അംഗദൻ. വളരെ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിലും സൈന്യങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട്, പ്രിയ സുഹൃത്തുക്കളെ, കൊടുംകാടുകൾ, വലിയ മലകൾ, വിസ്താരമേറിയ പുഴകൾ, ദുർഗങ്ങളായ ഗുഹകൾ, അതികഠിനങ്ങളായ കൽപ്പിളർപ്പുകൾ എന്നിവയിലെല്ലാം നാം മനസ്സിരുത്തി നോക്കി. പക്ഷേ ജനക മഹാരാജകുമാരിയെ കാണുന്നില്ല. ദേവിയെ അപഹരിച്ച അരക്കൻ്റെ വിവരവും ലഭിച്ചില്ല. ദിവസങ്ങളാകട്ടെ കുറച്ചധികം മുന്നോട്ട് പോയി കഴിഞ്ഞു. മഹാരാജ സുഗ്രീവൻ്റെ ആജ്ഞ അത്യുഗ്രമാണെന്ന് ഓർക്കണം. അതുകൊണ്ട് നമ്മൾ ഒത്തുചേർന്ന് എല്ലാ സ്ഥലവും അന്വേഷിക്കണം. നിരാശയും മടിയും നിദ്രയും കൈവടിയണം. സീതാദേവിയെ കണ്ടുപിടിക്കത്തക്ക വിധം തിരയുവിൻ. മടിപ്പ് ഉണ്ടാകരുത്, മനസ്സ് പതറരുത്. ഉത്സാഹമാണ് ഫലപ്രാപ്തിക്കുള്ള എളുപ്പവഴി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. നമ്മൾ വനവാസികളാണ്. ഈ അരണ്യം ഗഹനമാണെങ്കിലും നമുക്ക് നിഷ്പ്രയാസം അന്വേഷിക്കാം. നാം സത്കർമ്മമാണ് ചെയ്യുന്നത്. ഫലം തീർച്ചയായും ലഭിക്കും. അല്പവും നിരാശ തോന്നാതെ കണ്ണടയ്ക്കാതെ ഉന്മേഷഭരിതരായി തുടരുവിൻ. കവിശ്രേഷ്ഠന്മാരെ, രാജ സുഗ്രീവൻ ഉഗ്രദണ്ഡം ഏകുന്ന കോപിഷ്ഠനായ വാനരേശ്വരനാണെന്നത് ഒരിക്കലും മറക്കരുത്. രാജാജ്ഞ ലംഘിക്കുന്ന ഏതൊരു ജീവിക്കും തികച്ചും ഭയപ്പെടണം. ശ്രീരാമദേവനാകട്ടെ അതിൽ അധികമാണ്. നന്മയ്ക്കുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. സമ്മതമാണെങ്കിൽ ഇങ്ങനെ ചെയ്യുവിൻ, അല്ലെങ്കിൽ എന്താണ് നാം ചെയ്യേണ്ടതെന്ന് പറയുവിൻ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം.
ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.